യൂട്യൂബറുടെ ആത്മഹത്യയിൽ സൈബർ ആക്രമണത്തിനെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകും. ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ പ്രശസ്തയായ തിരുവനന്തപുരം തിരുമല സ്വദേശിനിയാണ് ആത്മഹത്യ ചെയ്തത്. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഈ പെൺകുട്ടി മറ്റൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായി ഇഷ്ടത്തിലായിരുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇയാളുമായി തെറ്റിയതിനു ശേഷം ഇവർ രണ്ടുപേരുടെയും ആരാധകർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ യുദ്ധമുണ്ടായിരുന്നു. ഒരുപാട് വിമർശനം ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അത് സഹിക്കാനാവാതെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് പ്രാഥമികമായി പുറത്തു വന്ന ഒരു നിഗമനം. അത് ശരിവെക്കുന്ന തരത്തിലാണോ പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം? രഞ്ജിത്ത്, ഈ പരാതിയിൽ പൂജപ്പുര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് സൈബർ വിഭാഗം ഈ പെൺകുട്ടിയുടെ ഫോൺ പരിശോധിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയും മറ്റൊരു ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന നെടുമങ്ങാട് സ്വദേശിയായ യുവാവാണ്. യുവാവുമായി അടുപ്പത്തിലായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഇവർ ഈ ബന്ധത്തിൽ നിന്ന് പെൺകുട്ടി പിന്മാറി എന്ന വിവരമാണ്. അതിനുശേഷം ഈ പെൺകുട്ടി ചെയ്യുന്ന റീലുകൾക്ക് താഴെ വ്യാപകമായി അധിക്ഷേപിക്കുന്ന കമന്റുകൾ എത്തി. രണ്ടുപേരുടെയും ആരാധകർ ഈ രണ്ടുപേരുടെയും പേജുകൾക്ക് താഴെ എത്തി ഈ തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത് പതിവായി. തുടർന്ന് ഇതേ തുടർന്നുണ്ടായ മാനസിക പ്രയാസത്തിൽ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വിവരമാണ് ഒരാഴ്ച മുമ്പാണ് വീട്ടിനുള്ളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിക്കുകയും വെന്റിലേറ്ററിലാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് മരണം സംഭവിച്ചത്. ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് പോകുന്നത്. കാരണം വീട്ടുകാരുടെ പരാതി ആ നിലയ്ക്ക് തന്നെയാണ്. അധിക്ഷേപകരമായ പരാമർശങ്ങൾ നിരവധി ഉണ്ടായി. ഇത് പെൺകുട്ടിയെ മാനസികമായി തളർത്തി എന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഈ സമീപകാലത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട ആളുകൾ, അത് ചലച്ചിത്ര മേഖലയിലുള്ളവരാകട്ടെ, രാഷ്ട്രീയത്തിലുള്ളവരാകട്ടെ, അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരാകട്ടെ, ഏത് കാര്യത്തിലായിരുന്നാലും ആളുകളെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന നിലയുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും എം.വി. ജയരാജന് ആ തരത്തിൽ പറയേണ്ടി വന്നു. പോരാളി ഷാജി എന്ന പേജുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും ഇങ്ങനെ അതിനെ ചെറുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സാധാരണ ജനങ്ങൾ എങ്ങനെയാകും ഇക്കാര്യങ്ങളെ നേരിടുക എന്നത് തന്നെയാണ്. നിയന്ത്രണമില്ലാതെ ആളുകളെ അധിക്ഷേപിക്കുന്ന, ആളുകളെ മാനസികമായി തകർത്ത് കളയുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, അതിന്റെ ഒരു ഇരയാണ് പെൺകുട്ടി എന്ന പരാതിയാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്. ഏതായിരുന്നാലും പോലീസും സൈബർ വിഭാഗവും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ വിഷയങ്ങൾ പരിശോധിക്കപ്പെടുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന്. സൈബർ സെൽ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ബന്ധുക്കളുടെ ഒരു പരാതിയുണ്ട്. ഈ പെൺകുട്ടി ഏത് തരത്തിൽ ആത്മഹത്യ ചെയ്തു, സോഷ്യൽ മീഡിയയിൽ ഏത് തരത്തിൽ ഈ പെൺകുട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന കാര്യത്തിലൊക്കെ ശ്രീ അജു മുണ്ടിയാക്കൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് അജു. ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ രണ്ട് തരത്തിൽ ഉപയോഗപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് പോസിറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. ഇവിടെ ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുന്ന ദുരവസ്ഥ, അവർ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറാണ്, ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് ആളുകൾ ഇവരെ ഫോളോ ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. മറുവശത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലഭിക്കുന്ന ഒരു പ്രശസ്തിയുണ്ട്, അത് അത്തരത്തിൽ അവർ എൻജോയ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ മറുവശത്ത് ഈ വലിയ സൈബർ ആക്രമണങ്ങൾ പല വിഷയങ്ങളിൽ നേരിടുമ്പോൾ ഇത്ര പെട്ടെന്ന് ഒരു ആത്മഹത്യ എന്ന പ്രവണതയിലേക്ക് ഈ പെൺകുട്ടി മാറുന്നത് എപ്പോഴായിരിക്കും? കാരണം ഇത്ര വലിയ ഇൻഫ്ലുവൻസറായ, ഒരുപാട് ആളുകളെ സ്വാധീനിക്കത്തക്ക വിധത്തിലുള്ള ക്യാരക്ടറുള്ള ഒരാളാണ് അവർക്കാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന ചോദ്യം പൊതുസമൂഹത്തിൽ വരും സ്വാഭാവികമായും. അജു കേൾക്കാമോ? കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞോളൂ. ഓക്കെ, ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്ന് നമ്മൾ പറയണം. ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോഴും പല രീതിയിലാണ് ഓരോരുത്തരും ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പെൺകുട്ടിയുടെ റീല് കാണുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ കാണുന്നത്, സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെയാണ് പ്രൊഫൈൽ എടുത്ത് ഞാൻ കാണുന്നത്. ഈ സംഭവത്തെ പറ്റി അറിഞ്ഞിരുന്നു പോലും ആ പെൺകുട്ടി റീൽസ് ഒക്കെ ചെയ്ത് ഫേമസ് ആയ ഒരാളെന്നേ ഉള്ളൂ. അത് ഓരോരുത്തരുടെയും മെന്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ചിന്താഗതികളും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്നത്തെ സമൂഹത്തില് ഓരോ ഇൻഫ്ലുവൻസേഴ്സും അവർ ചെയ്യുന്ന കോണ്ടന്റ് ഏതായാലും, അവർ ചെയ്യുന്ന വീഡിയോസ് ഏതായാലും, അവരുടെ മേഖല ഏതായാലും, അവർക്ക് ഈ പറയുന്ന ജെൻഡർ ഭേദമില്ലാതെ അവർ സോഷ്യലി അറ്റാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കിനും, അല്ലെങ്കിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വന്നില്ലെങ്കിൽ പോലും കൂട്ടമായിട്ട് സൈബർ വെട്ടുക്കിളികൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനൊരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് കണ്ടന്റ്, സോഷ്യൽ ഇഷ്യൂസ് ഒക്കെയാണ് എന്റെ വീഡിയോസ് വരുന്നത്. അപ്പൊ നമ്മൾ ആൾക്കാരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കും ഒരു ഇൻഫോർമേറ്റീവ് കണ്ടന്റ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അത്രമേൽ ഒരു നന്മ ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും നമ്മൾ പോലും വേട്ടയാടപ്പെടുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളുടെ ഒക്കെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ അവരെ ക്രൂരമായി അങ്ങ് അറ്റാക്ക് ചെയ്യാണ്. അവരൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ആ ഫോട്ടോയുടെ
ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ആ ഫോട്ടോയ്ക്ക് അത് പോസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി വിമർശിക്കുന്നു, അവരെ അവരുടെ വീട്ടുകാരെയും തെറി പറയുന്നു. നമ്മളിപ്പോ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നടക്കുന്നുണ്ടല്ലോ, നമ്മൾ ഈ ബിഗ് ബോസിൽ നിന്ന് ഓരോരുത്തരും ഇറങ്ങി വരുന്നതിന്റെ നമ്മൾ അവരുടെ ആ കമന്റ് സെക്ഷനിലൂടെ ഒക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവരെയൊക്കെ പറയുന്ന ചീത്തകൾ. ഇപ്പൊ എല്ലാവരും മനുഷ്യ ഇൻഫ്ലുവൻസർ ആയാലും അല്ലെങ്കിലും എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവർക്കും ഇത് താങ്ങാൻ സാധിക്കണമെന്നില്ലല്ലോ. ഇത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം ഈ സോഷ്യൽ മീഡിയയിൽ ഈ പെൺകുട്ടിയുടെ കാര്യം മനസ്സിലാക്കുന്നത് ഇവർ മറ്റൊരു യുവാവുമായി പ്രണയത്തിലായിരുന്നു. അയാൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഇവർക്ക് രണ്ടുപേർക്കും ആരാധകരുണ്ട്, വലിയ തോതിൽ ആരാധകരുള്ള രണ്ടാളുകളാണ്, കുറേ ഫോളോവേഴ്സ് ഉള്ളവരാണ്. അപ്പോൾ ഒരാളുമായി തെറ്റുമ്പോൾ മറ്റൊരാളുടെ ആളുകൾ ഇവരെ വല്ലാത്ത തോതിൽ ഹരാസ് ചെയ്യുകയാണ്. ഇതൊക്കെ നിയന്ത്രിക്കാൻ എന്ത് സംവിധാനം എന്ന് പറയും? സോഷ്യൽ മീഡിയയുടെ വലിയൊരു പ്രശ്നവും അതാണ്. ആർക്കും എങ്ങനെയും എവിടെയും ആർക്കെതിരെയും എന്തും പോസ്റ്റ് ചെയ്യാം, അത് അത്തരത്തിൽ അത് ആഘോഷിക്കാം. അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്ന ഈ പെൺകുട്ടിയെ പോലെ അത് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നു. രാഷ്ട്രീയ നേതാക്കൾക്കും ഇത് സംഭവിക്കുന്നുണ്ട്. ഒരുപാട് ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഇത്തരത്തിൽ ആക്രമിക്കുന്നുണ്ട്. സിനിമാ താരങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ബോഡി ഷേമിംഗ് പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ മീഡിയം വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന ഒരു പശ്ചാത്തലം അതെങ്ങനെ തടയാം എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു ചോദ്യമല്ലേ? ഏറ്റവും ഇവിടുത്തെ നിയമ സംവിധാനം ഈ സൈബർ അറ്റാക്കിന് ഒരു വിലങ്ങിടാനായിട്ട് ശ്രമിക്കാത്തതാണ് ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പം പ്രിയപ്പെട്ട ആങ്കർ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ എന്തും പറയാമെന്നുള്ള സാഹചര്യമാണ്. ആർക്കും വന്ന് എന്ത് തോന്നിയവാസം പറയാം, അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, അവർ പിടിക്കപ്പെടുന്നില്ല. ഇപ്പൊ പോലും നമ്മൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഈ ഒരു ചർച്ച ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിൽ പോലും നമ്മൾ TV-യിൽ പല സോഷ്യൽ മീഡിയ അറ്റാക്കിനെ പറ്റിയും പല സംഭവങ്ങളുടെ സോഴ്സുകളെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യുന്നു. അവരാണിത് ചെയ്ത്, ഇവരാണിത് ചെയ്ത് എന്നൊക്കെ പറയുമ്പോഴും ഇവരെ ആരെയും ഈ ചെയ്തത് ആരാണ് എന്ന് പിടിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ നടക്കുന്നില്ല. നമ്മൾ ഓരോ മനുഷ്യന്റെയും കമന്റ് ബോക്സ് എടുത്ത് വായിച്ചു കഴിയുമ്പോൾ ചിലർക്ക് ഇത് താങ്ങാൻ സാധിക്കും, ചിലർക്ക് ഇത് താങ്ങാൻ സാധിക്കത്തില്ല. അത്രമേൽ മോശമായിട്ട് ഇങ്ങനെ ആൾക്കാർ അങ്ങ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ലിമിറ്റേഷനും ഇല്ലല്ലോ, ഇവരെ പിടിച്ചിടാൻ ആരുമില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ലിമിറ്റേഷൻസ് ഇല്ലാതെ, നിയന്ത്രിക്കാനില്ലാതെ ഒരു സംവിധാനത്തിൽ ഇത്തരത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത്തരത്തിലൊരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. വിനോദ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് കരുതുന്നു. വിനോദ്, ഈ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? എങ്ങനെയൊക്കെയാണ് പോലീസിനെ സമീപിക്കുന്നത്? ഈ പെൺകുട്ടിയുടെ മൊബൈലടക്കം പരിശോധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഒരുപാട് ആളുകൾ ഇവരെ കാണാനായി, ഈ പെൺകുട്ടിയുടെ മൃതദേഹം കാണാനായി എത്തുന്നു, അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നു. അതിനോടൊപ്പം ഒരുപാട് പേർ പൊട്ടിക്കരയുന്നത് കാണാം. അപ്പോൾ അത്രത്തോളം സ്വാധീനം കുറേ ആളുകളിലെങ്കിലും ചെലുത്തിയ ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ജീവൻ ഒടുക്കുന്നത് എന്നുള്ളതല്ലേ? ഏതായാലും സോഷ്യൽ മീഡിയ പ്രചരണം അത് വലിയ പ്രധാനപ്പെട്ട. ശരി, നന്ദി ശ്രീ അജു. ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് അജു മുണ്ടിയാക്കൽ. അജുവിലേക്ക്, വിനോദിലേക്കും ഈ വിഷയത്തിൻ്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് തിരിച്ചു വരാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത